ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ CTTF ഡിജിറ്റലിൻ്റെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓട്ടോമൊബൈൽ എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നെന്താണ്, ഇന്ന് ഓട്ടോമൊബൈലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചു കോമ്പോണൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓട്ടോമൊബൈലിന് വേണ്ട കുറച്ച് കോമ്പോണൻസ്. അപ്പോൾ എന്താണ്, ആദ്യത്തെ എന്താണ് നോക്കാം. ഒന്നാമത്താണ് എന്ത്, ഓട്ടോമൊബൈൽ ചേസിസ്. ഇതാണ് ചേസിസ്. നോക്കിക്കോ, എന്താണ് ഓട്ടോമൊബൈൽ ചേസിസ് വെച്ചാൽ ദ ചേസിസ് ഈസ് ദ ബാക്ക് ബോൺ ഓർ ബേസ് സ്ട്രക്ചർ ഓഫ് ദി വെഹിക്കിൾ. എന്താണ് നമ്മൾ നട്ടിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഓട്ടോമൊബൈലിന്റെ നട്ടിലാണ് എന്ത് ചേസിസ് എന്ന് പറയുന്നത്. പിന്നെന്താ ബേസ് സ്ട്രക്ചർ ഓഫ് എ വെഹിക്കിൾ. ഒരു വെഹിക്കിളിന്റെ ബേസ് സ്ട്രക്ചർ ആണ് എന്താ നമുക്ക് ഏത് ഡിസൈനിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ വാഹനം ഉണ്ടാക്കണം എന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഏതിന്റെ മുകളാണ്, ഈ ഒരു ചേസിസിന്റെ മുകളിലാണ്. കണ്ടോ, ഒരു ഫിഗർ കണ്ടോ, ഇത് നോക്കുക, ഇതാണ് നമ്മുടെ ചേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോറികളൊക്കെ കാണാം, ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങി വരുന്ന ലോറികൾ ഇങ്ങനെ ഉണ്ടാവുക. ഒരു ഡ്രൈവർ സീറ്റ് മാത്രമേ ഉണ്ടാവും, മറ്റേ ബോഡി എന്താണ് ചേസിസ് ആയിരിക്കും. അതിന്റെ മുകളിൽ പിന്നെ നമ്മൾ എന്ത് മെറ്റൽ യൂസ് ചെയ്തിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടാണ് എന്താണ് ഓരോ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലേ? അടുത്ത പോയിന്റ് എന്താ, ഇറ്റ് സപ്പോർട്ട് ഓൾ ദി കോമ്പോണൻസ് സച്ച് ആസ് എൻജിൻ, ട്രാൻസ്മിഷൻ, സസ്പെൻഷൻ, സ്റ്റിയറിംഗ്, ബ്രേക്കിംഗ് സിസ്റ്റം ആൻഡ് ബോഡി. ഇതാണ് ബാക്കിയുള്ള എല്ലാ കോമ്പോണൻസും. ഒന്ന് എൻജിൻ, സ്റ്റിയറിംഗ്, വീല്, സസ്പെൻഷൻ, ഈ ഒരു എല്ലാ കോമ്പോണൻസും ചേസിസിന്റെ മുകളാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഈ എല്ലാ കോമ്പോണൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി എന്തിനുണ്ട്, ചേസിസിനുണ്ട്, അല്ലേ? നമുക്കറിയാം ഇത്രയും സാധനങ്ങളും വെയിറ്റും വരുന്നതാണെങ്കിൽ ചേസിസ് എന്തായിരിക്കും, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും. എന്താണ്, മറ്റ് വെയിറ്റ് എന്ന് വരുന്ന സമയത്ത് ബെൻഡായി പോകാനൊന്നും പാടില്ല. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും, അല്ലേ? അപ്പോൾ എന്താ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യത്തെ പോയിന്റ് തന്നെ അതാ വരുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് ഷേപ്പ് ഓഫ് ദ വെഹിക്കിൾ. എന്താണ്, വണ്ടിക്ക് സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ഒരു ഷേപ്പും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ വണ്ടിയാണെങ്കിൽ ഇത്ര വലിപ്പം ഉണ്ടാവില്ല ചേസിസിന്, വേറെ രീതിയിലെ ചേസിസ് വരിക. അപ്പോൾ എന്താ, ഷേപ്പ് കൊടുക്കാനും സ്ട്രെങ്ത് കൊടുക്കാനും സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഇറ്റ് സപ്പോർട്ട് ദ ബോഡി ആൻഡ് ഓൾ മെക്കാനിക്കൽ പാർട്സ്. ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്നു, കൂടാതെ മറ്റുള്ള മെക്കാനിക്കൽ പാർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. പറഞ്ഞു ഏതൊക്കെ മെക്കാനിക്കൽ പാർട്സ്, എഞ്ചിന്, സ്റ്റിയറിംഗ്, സസ്പെൻഷൻ, ഗിയർ ബോക്സ്, ഇതൊക്കെയാണ് മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, മെക്കാനിക്കൽ പാർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ഓക്കെ ആണേ, നോക്കിക്കോ. അടുത്തത്, ഇറ്റ് കേരീസ് ലോഡ്സ് ആൻഡ് വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്. എന്താണ്, ലോഡിനെ കേരി ചെയ്യുന്നു. ഈ എഞ്ചിന്റെയും സ്റ്റിയറിംഗിന്റെയും ഗിയർ ബോക്സിന്റെയും വെയിറ്റ് അല്ലാണ്ട് കുറച്ച് ലോഡ് വരും. ഏതൊക്കെയാ ലോഡ്, വണ്ടി എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, ഞാനിപ്പോൾ ഇത് ലോറിന്റെ ചേസിലാണ് എടുത്തത്. ലോറി കറക്റ്റ് ഷേപ്പിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, ലോഡ് കയറ്റിക്കൊണ്ടുപോകാൻ. അപ്പോൾ വലിയ വലിയ കല്ലും മണലും ഒക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന ലോറി കാണുന്നില്ലേ, അപ്പം എന്താ അതിന്റെ വെയിറ്റ് കൂടി നമ്മളെ ചേസിസിന് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ്, അതുകൊണ്ടുണ്ടാവുന്ന ഒരു പവർ, ഓവറായിട്ട് വരുന്ന പവർ ചേസിസിന് എന്താക്കാൻ പാടില്ല, ഡാമേജ് ആക്കാൻ പാടില്ല. അപ്പൊ എന്താണ്, ഈ ചേസിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹെവി ലോഡിലും മിതമായ ഭാരത്തെയും സപ്പോർട്ട് ചെയ്യാൻ തക്കത്ത രീതിയിലാണ് നമ്മൾ ഈ ചേസിസ് നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ് എന്താ, ഇറ്റ് ഹെൽപ്സ് സ്മൂത്ത് ആൻഡ് സേഫ് ഓപ്പറേഷൻ. സ്മൂത്തും സേഫും ആയിട്ടുള്ള ഓപ്പറേഷൻ, അതായത് ഡ്രൈവർക്ക് ഇത് നല്ല സ്മൂത്ത് ആയിട്ട് വളച്ചും തിരിച്ചൊക്കെ എടുക്കണം. പിന്നെ ദൂരെ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. വലിയ വലിയ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഡ്രൈവർക്ക് കൊണ്ട് നടക്കാൻ സ്മൂത്ത് ആയിരിക്കണം, അതേപോലെ തന്നെ എന്തായിരിക്കണം, സേഫ്റ്റി ആയിരിക്കണം. എന്താണ്, ഒരു 10-250 കഷ്ണം കല്ലൊക്കെ നമ്മൾ ലോറി കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നും സംഭവിക്കാൻ പാടില്ല ലോറിക്ക്. ഇപ്പൊ ലോറിന്റെ ആക്സിലൊക്കെ ഒടിഞ്ഞു പോകുക, അങ്ങനത്തെ എന്താണ് ചേസിന് എന്തെങ്കിലും ബെൻഡൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, വഴിക്ക് കിടക്കും, അല്ലേ? പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. കാരണം വലിയൊരു വാഹനം റോഡിന്റെ നടുവിൽ വെച്ച് എന്തെങ്കിലും പെട്ടെന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാലോ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഓക്കെ, അപ്പൊ എന്താണ്, സ്മൂത്തും സേഫും ആയിട്ടുള്ള ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യണം. അടുത്തത്, ദ എഫക്റ്റ് ഓഫ് ദി ഡ്യൂറബിലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് ദി വെഹിക്കിൾ. എന്താണ് ഡ്യൂറബിലിറ്റിയും പെർഫോമൻസും. ഡ്യൂറബിലിറ്റി വെച്ചാൽ എന്താണ്, സമയം, എത്ര കാലം നീണ്ടു നിൽക്കുന്നത്, അതായത് കുറച്ചധികം കാലം നീണ്ടു നിൽക്കണം, പെട്ടെന്ന് നശിച്ചു പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് ഡാമേജുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്
നമ്മൾ ഇത് മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല. കാരണം ഇത് അങ്ങനത്തെ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മളെ ചേസിസും നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പോയിന്റ് മനസ്സിലായില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു 5 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ഈ 5 പോയിന്റ് വൃത്തിയിൽ പഠിക്കാം. ഓക്കെ, അടുത്ത എന്താണ്, നമുക്ക് ചേസിസ് എന്ന് പറയുന്നത് 3 തരത്തിൽ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ചേസിസ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ചേസിസ് ഉണ്ട്. ഏതാണ്? ഒന്നാമത്തത് ലാഡർ ഫ്രെയിം ചേസിസ്. അറിയോ ലാഡർ ഫ്രെയിം ചേസിസ്? ഒന്നുമില്ല, കൺസ്ട്രക്ഷന്റെ ബേസിലാണ് എന്ത് ലാഡർ ഫ്രെയിം ചേസിസ് മാറിയിരിക്കുന്നത്. ഒന്നാമത്തെ കൺസ്ട്രക്ഷൻ എന്താണ്? നമ്മളിവിടെ കണ്ടോ ഇതിന്റെ ഷേപ്പ്? ഇതിന്റെ ഷേപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ ഷേപ്പ് കണ്ടോ? ലാഡർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ വീട്ടിലൊക്കെ കോണി എന്ന് പറയും ലാഡറിന്, അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ഷേപ്പ് ജസ്റ്റ് നോക്കുക. ഇങ്ങനെയല്ലേ നമ്മളെ വീട്ടിലെ കോണി ഉണ്ടാവുക? ഇപ്പൊ എന്താണ് ലാഡർ, കോണി ആലോചിച്ച് വെക്കുക. കോണീന്റെ ഷേപ്പിലായിരിക്കും ചേസിസ് വരിക. അപ്പൊ നമ്മൾ ജസ്റ്റ് മെക്കാനിക്കലി അല്ലെങ്കിൽ ഡിസൈനിന്റെ രീതിയിൽ ഒന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ഒരു വലിയൊരു മെറ്റൽ ഉണ്ടാവും, 2 ഭാഗത്തായിട്ട് വീലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താണ്, അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മെറ്റലിന്റെ ഒരു പീസ് ഇടയ്ക്ക് ഉണ്ടാവും. അതെന്തിനാണ്? ആ ഈ ഒരു വലിയ 2 മെറ്റൽ പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ ചെറിയ ചെറിയ മെറ്റൽ പീസ് വെച്ച് കണക്ട് ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ലാഡർ ഫ്രെയിം ചേസിസ് എന്ന് പറയുന്നത്. നോക്കാം പോയിന്റ് എന്തൊക്കെയാ. ഇറ്റ് ഹാസ് 2 ലോങ് സൈഡ് മെമ്പേഴ്സ് കണക്റ്റഡ് ക്രോസ് മെമ്പേഴ്സ്. എന്താണ് നമ്മൾ പറഞ്ഞു, ലോങ് സൈഡ് ആയിട്ടുള്ള 2 മെമ്പേഴ്സ് ഉണ്ടാവും, ഇതും. അടുത്തത് എന്താണ്? സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. സ്ട്രോങ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇത് ലോറികൾക്കാണ് മെയിൻ ആയിട്ട് ഇത്ര വലിയൊരു ചേസിസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ബസ്സുകൾക്ക്. അപ്പൊ അത്രയും സ്ട്രെങ്ത് നമ്മൾ കൊടുക്കണം. ഇതാ അടിയിലത്തെ പോയിന്റ് എന്താണ്? അതാണ് പറയുന്നത്, യൂസ്ഡ് ഇൻ ട്രക്സ്, ബസ്, ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. അപ്പോൾ അത്രയും ഹെവി ആയിട്ട് ഉള്ള വെഹിക്കിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാകുമ്പോൾ അത്രയും സ്ട്രെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ചേസിസിന്റെ ടൈപ്പ് നോക്കാം. ഏതാണ്? മോണോക് ചേസിസ്. പേര് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. നേരത്തെ നമ്മൾ ഈ ലാഡർ, കോണി എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? മോണോ എന്ന് വെച്ചാൽ ഒന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്ന് പറയും നമ്മള്, അല്ലേ? അപ്പൊ മോണോക്കു ചേസിസ് വെച്ചാൽ ഈ ഒരു ചേസിസും അതേപോലെ തന്നെ വണ്ടീന്റെ ബോഡിയും ഒരുമിച്ച് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഇവിടെ പറഞ്ഞ പോലെയാണോ? ഇവിടെ എന്താണ് ചേസിസ് മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ ഇവിടെ എന്താണ്? ഒരു വണ്ടീന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് എന്ത്? വണ്ടീന്റെ ബോഡി എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് എന്താണ്? ഇവിടെ ഒരു വീല് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, ഇവിടെ ഒരു ഡോർ വെച്ച് കൊടുക്കുക, ഇവിടെ ഒരു ഡോർ വെച്ച് കൊടുത്താൽ എന്തായി? വണ്ടീന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയില്ലേ? ഇതാണ് എഞ്ചിന്റെ പൊസിഷൻ. ഇവിടെ എഞ്ചിനും ഫിറ്റ് ചെയ്ത് ഇവിടെ നമ്മളൊരു ഗ്ലാസും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? വണ്ടീന്റെ ഒരു ഷേപ്പായി, അല്ലേ? അപ്പോൾ ചേസിസ് പ്ലസ് ബോഡി ഒരുമിച്ച് വരുന്നതിനെ നമ്മൾ മോണോക്കോ ചേസിസ് എന്ന് പറയുന്നു. ആ പോയിന്റ് നോക്കിക്കോ. ദ ബോഡി ആൻഡ് ചേസിസ് ആർ ബിൽറ്റ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് ബോഡിയും ചേസിസും ഉണ്ടാക്കിയിരിക്കുന്നു. ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് ലെസ് സ്പേസ്. എന്താണ്? കുറഞ്ഞ സ്പേസ് മതി, അതുപോലെ തന്നെ വെയിറ്റും കുറവായിരിക്കും. അടുത്തത് എന്താണ്? യൂസ്ഡ് ഇൻ കാർസ് ആൻഡ് ലൈറ്റ് വെഹിക്കിൾസ്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാറുകളിലും ലൈറ്റ് വെഹിക്കിൾസും, അതായത് അത്ര വലിയ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാത്ത തരത്തിലുള്ള വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ ചേസിസിന്റെ ടൈപ്പ്? എന്നാ നോക്കിക്കോ, നമുക്ക് എഞ്ചിനെ പറ്റി നോക്കാം. ചേസിസ് നമ്മൾ നോക്കി കഴിഞ്ഞു. ഒന്നാമത്തെ മെയിൻ ആയിട്ട് നമ്മൾ ബേസ് നിന്നിട്ട് തുടങ്ങി. ഒരു വണ്ടി വാങ്ങുമ്പോൾ ചേസിസ് ഉണ്ടാകും. അടുത്തത് എന്താണ്? എഞ്ചിൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്താണ്? An automobile engine is a machine that convert heat energy from fuel combustion into mechanical energy. This mechanical energy is used to move the vehicle. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന വാഹനത്തെയാണ് നമ്മൾ എന്ത് ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓട്ടോമൊബൈൽ എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? കൺവേർട്ട് ഹീറ്റ് എനർജി, ഫ്യുവലിൽ നിന്നും കിട്ടുന്ന ഹീറ്റ് എനർജിയെ കമ്പസ്റ്റ്യൻ, അതായത് കത്തിച്ചിട്ട് മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഞ്ചിൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എഞ്ചിന്റെ വർക്കിംഗ് അതാണ്. ഓക്കെ, അടുത്ത എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് നോക്കാം. ഇറ്റ്സ് കൺവേർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺവേർട്സ് ഫ്യൂവൽ ഇൻ ടു യൂസ്ഫുൾ മെക്കാനിക്കൽ പവർ.
ഇതിൽ ഫ്യൂവലിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെന്താണ്, ഇവിടെ മെക്കാനിക്കൽ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഫ്യൂവൽ കത്തിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, തെർമോഡൈനാമിക്സ് ആയിരിക്കും. അപ്പൊ തെർമോഡൈനാമിക് സൈക്കിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് വെക്കുക, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ എന്തായിരിക്കും, തെർമോഡൈനാമിക്സ് ആയിരിക്കും. തെർമോഡൈനാമിക്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ തെർമോഡൈനാമിക്സ് ആയിരിക്കും എന്ന് ആലോചിച്ച് വെക്കുക. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ, ശ്രദ്ധിച്ചോ, മെയിൻ സോഴ്സ് ഓഫ് പവർ ഇൻ ഓൾ ഓട്ടോമൊബൈൽസ്. എല്ലാ ഓട്ടോമൊബൈൽ എടുത്തു നോക്കിയാലും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, എഞ്ചിൻ ആയിരിക്കും നമ്മളെ പവർ പ്രൊഡ്യൂസ് ചെയ്യുക. എഞ്ചിനാണ് പവർ സോഴ്സ്. ഓക്കെ, അടുത്തത് എന്താണ്, 3 പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്താണ്, എഫിഷ്യൻസി ഡിപ്പെൻഡ് ഓൺ ഡിസൈൻ ആൻഡ് മെയിൻ്റെനൻസ്. ഓക്കെ, നമ്മൾ എന്താണ്, വണ്ടി വാങ്ങിയിട്ട് ഓടിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, സർവീസ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ കണ്ടോ, ഒരു എഞ്ചിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഈ എഞ്ചിൻ എടുത്തു, എത്ര പാർട്ട് ഉണ്ട് എഞ്ചിന്, ഇത് കണ്ടോ, 2-3 പുള്ളി, 2-3 പുള്ളി, പിന്നെ ഇവിടെ ഒരു എയർ ഇൻടേക്ക് ചെയ്യുന്ന വാൽവുകൾ, ഇവിടെ എന്താണ്, ഇവിടെ സമ്പ്, രണ്ട് ഭാഗത്തേക്കുള്ള സോറി, ഇവിടെ മറ്റേ പിസ്റ്റന്റെ ഒരു സ്പേസിങ്, ഇതിന്റെ അകത്ത് എന്താണ്, പലതരത്തിലുള്ള സെൻസേഴ്സ് കണ്ടോ, ഇത്ര അടിയിൽ സമ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു എഞ്ചിന് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എഞ്ചിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിനൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫോമൻസ് കൂട്ടിക്കിട്ടുകയുള്ളൂ. അപ്പൊ എന്താണ്, എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാ, ഒന്നാമത്തത് ഡിസൈനിനെ. കാരണം എന്താ, ഇതിപ്പോ നമ്മൾ ഇന്നലെ പഠിച്ച പോലെ എന്താണ്, 4 സിലിണ്ടർ ഉണ്ടാവും, 6 സിലിണ്ടർ ഉണ്ടാവും, 8 ഉണ്ടാവും, V12, അങ്ങനെ പല ഡിസൈനിലായിട്ടായിരിക്കും എഞ്ചിൻ വരിക. അപ്പോൾ അതിന്റെ പെർഫോമൻസ് ഒന്ന് ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്യും, രണ്ടാമത്തത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്താണ് ഇതിന് ആവശ്യം വർക്ക് ചെയ്യാൻ, ഒന്നാമത്തത് ഫ്യൂവൽ വേണം, രണ്ടാമത്തത് എയർ വേണം, പ്രോപ്പർ ലൂബ്രിക്കേഷൻ വേണം. എന്തിനാ ലൂബ്രിക്കേഷൻ, പറഞ്ഞു, രണ്ട് മെറ്റൽ തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്താവും, അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൂബ്രിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ. അപ്പൊ ലൂബ്രിക്കേഷൻ വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എയർ, നമ്മൾ എന്താണ്, ഫ്യൂവലിനെ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് സപ്ലൈ ചെയ്തിട്ടാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഓർമ്മയില്ലേ. പിന്നെന്താണ്, ഫ്യൂവൽ, പെട്രോൾ, ഡീസൽ, ഏതെങ്കിലും ഒരു ഫ്യൂവൽ വേണം. അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ജനറേഷനിൽ നമ്മുടെ വണ്ടി ഏതൊക്കെയാണ്, ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, LPG ഉണ്ട്, CNG ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അപ്പോൾ അത്രയും ഫ്യൂവൽസ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി, അതിനനുസരിച്ചുള്ള ഫ്യൂവൽസ് ആവശ്യമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, നോക്കിക്കോ, പ്രൊഡ്യൂസസ് പവർ ത്രൂ കൺട്രോൾ കമ്പസ്റ്റ്യൻ. അതായത് കമ്പസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഫ്യൂവൽ കത്തുന്ന പ്രോസസ്സാണ് കമ്പസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ കമ്പസ്റ്റ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കൺട്രോൾ ചെയ്യുന്ന, അതായത് ഓരോ സിലിണ്ടറിലും ഓരോ ടൈമിലാണ് കമ്പസ്റ്റ്യൻ നടക്കുക. അപ്പൊ ആ കമ്പസ്റ്റ്യൻ നടക്കുന്നതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഡിഫറെന്റ് ടൈപ്പ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെന്റ് വെഹിക്കിൾസ് ബേസ്ഡ് ഓൺ നീഡ്. അതായത് ഓരോ വണ്ടിക്കും ഡിഫറെന്റ് ടൈപ്പിലുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും 5 മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഒരു 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിച്ചു വെക്കുക. മാക്സിമം എല്ലാ പോയിന്റും പഠിക്കുക, ഓർത്തിരിക്കുന്ന ഒരു 5 എണ്ണം വൃത്തിയിൽ പഠിച്ചു വെക്കുക. അടുത്ത എന്താണ്, സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് വർക്കിംഗ് ഡിസ്കസ് ചെയ്യാം. കാരണം വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ എഞ്ചിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു വർക്കിംഗ് നോക്കാം. ഇതാണ് ഒരു എഞ്ചിൻ, കൺസിഡർ ചെയ്തോ, ഇതാണ് ഒരു സിലിണ്ടറിന്റെ ഭാഗം എന്ന് എടുക്കാം. അറിയാലോ കോമ്പോണൻസ് ഒക്കെ, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, കമ്പസ്റ്റ്യൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പസ്റ്റ്യൻ, കത്തുന്ന ഒരു ഭാഗം, സ്പാർക്ക് പ്ലഗ്, എയർ ഫ്യൂൽ മിക്സർ. ഇത്രയും ഭാഗങ്ങളാണ് ഒരു എഞ്ചിനുള്ളത്. എന്നാൽ അതിന്റെ വർക്കിംഗ് സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. എന്താണ്, സ്പാർക്ക് പ്ലഗ് ആണ്, അപ്പൊ എന്താണ്, പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ടർ ആണെങ്കിൽ എന്തായിരിക്കും, ഡീസൽ എഞ്ചിൻ ആയിരിക്കും. വർക്കിംഗ് സിമ്പിൾ ആയിട്ടൊരു പറയാം, ബാക്കിയുള്ള നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഫ്യൂൽ ഈസ് മിക്സ്ഡ് വിത്ത് എയർ ആൻഡ് ബേൺഡ് ഇൻ ദ കമ്പസ്റ്റൻ ചാമ്പർ. നമ്മളെ പെട്രോൾ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കമ്പസ്റ്റൻ ചാമ്പർ, അതായത് ഈ ഒരു ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് കമ്പസ്റ്റൻ ചാമ്പർ, ഇവിടത്തേക്ക് സപ്ലൈ ചെയ്യുന്നു. ഹൈ പ്രഷർ പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് പുഷസ് ദി പിസ്റ്റൺ. അതായത് ഇവിടെ ഇങ്ങനെ നമ്മൾ എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സ്ചർ കൊടുക്കുന്ന സമയത്ത് ഈ പിസ്റ്റൺ അതിനെ കംപ്രസ് ചെയ്യുന്നു. ആ സമയം സ്പാർക്ക് പ്ലഗ് വർക്ക് ചെയ്യുന്നു. ഈ ഒരു കമ്പസ്റ്റൻ ചാമ്പറിന്ന് ഈ ഒരു ഫ്യൂവൽ എയർ മിക്സ്ചറിന് തീപിടിക്കുന്നു. അപ്പൊ എന്താണ്, അവിടെ ഒരു പവർ ഉണ്ടാകുന്ന, ഈ ഒരു പവർ എന്ത് ചെയ്യുന്നു, ഈ ഒരു പിസ്റ്റണെ എന്ത് ചെയ്യുന്നു, താഴോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു.
ഈ ഒരു ഡെവലപ്പ് ചെയ്യുന്ന പവർ, അതായത് അവിടെ ഉണ്ടാവുന്ന പവറിന്റെ ഭാഗമായിട്ട് പിസ്റ്റൺ എന്താക്കുന്നു, താഴോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. The piston's reciprocating motion is converted into rotatory motion by the crankshaft. അതായത് ഈ പിസ്റ്റൺ താഴോട്ടും മോളോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിന് നമ്മൾ പറയുന്നതാണ് റെസിപ്രോക്കേറ്ററി മോഷൻ. മുകളിലോട്ടും താഴോട്ടും മാത്രമുള്ള മോഷനെയാണ് റെസിപ്രോക്കേറ്ററി മോഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഏതുമായിട്ടാണ്, ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് മുകളിലോട്ടും താഴോട്ടുള്ള മോഷനെ എന്താക്കും, റൊട്ടേറ്ററി മോഷൻ ആക്കും. ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും, പിസ്റ്റൺ എന്ത് ചെയ്യും, മേലോട്ടും താഴോട്ടേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബസ്സിന്റെ വൈപ്പർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈപ്പറിന്റെ മോട്ടോർ റൗണ്ടിൽ തിരിയും, പക്ഷെ വൈപ്പർ എങ്ങനെ തിരിയാ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാത്രമല്ലേ വൈപ്പർ മൂവ് ചെയ്യും. അതാണ് ഒരു സിമ്പിൾ മെക്കാനിസം. അപ്പൊ മനസ്സിലായില്ലേ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് വർക്കിംഗ് പഠിച്ചില്ലേ. ഓക്കെ, അടുത്തെന്താണ്, എഞ്ചിന്റെ കുറച്ച് മെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്കൊന്ന് നോക്കി പോവാം. ഒന്നാമത്തത് സിലിണ്ടർ ബ്ലോക്ക്. കണ്ടോ ഇവിടെ പിസ്റ്റണിന്റെ സ്പേസ് കണ്ടോ, ഇതാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഇതാണ് എഞ്ചിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ എഞ്ചിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന സാധനം. ഇതാണ് എന്ത്, പിസ്റ്റൺ ആണ് ഇതിന്റെ ഇടയിൽ മൂവ് ചെയ്യുന്ന പാർട്ട്. ഇവിടെ നമ്മൾ കാണിച്ചു, ഇതാണ് പിസ്റ്റൺ. അടുത്തത് എന്താണ്, കണക്റ്റിംഗ് റോഡ്. എന്തിനാണ് കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്, പിസ്റ്റണെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റ്. എന്താണ്, നേരത്തെ പറഞ്ഞു, പിസ്റ്റന്റെ മേലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടുമുള്ള പിസ്റ്റന്റെ മോഷനെ എന്താക്കുന്നു, ഒരു റൊട്ടേറ്ററി മോഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അടുത്തത് എന്താണ്, വാൽവ്സ്. എന്താണ് വാൽവ്, നമ്മൾ പറഞ്ഞു എന്താ, എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സ്ചർ ആണ് സപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് സപ്ലൈ ചെയ്യാൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം, അതാണ് എന്ത്, വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ എയറും ഫ്യൂവലും കൂടി ഇതുവഴിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുക ഈ ഒരു വെന്റ് വഴി പുറത്തേക്ക് പോകുന്നു. അതാണ് നമ്മളെ വാൽവ് എന്ന് പറയുന്നത്. എന്താണ്, അകത്തേക്കും പുറത്തേക്കുമുള്ള ഫ്യൂവലിന്റെയും എയറിന്റെയും മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് എന്ത്, വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോ. അടുത്തത് സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗ് എന്താണ്, നമ്മൾ ഏത് എഞ്ചിനാ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു സാധനം മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ മാറുക, സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ അതെന്താണ്, പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. ഇനിയിപ്പോ ഇഞ്ചക്ടർ ആണെങ്കിൽ എന്താണ്, അത് ഡീസൽ എഞ്ചിൻ ആയിരിക്കും. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ 5 പോയിന്റും എഞ്ചിന്റെ കോമ്പണൻസും ഒക്കെ നമ്മൾ പഠിച്ചു. അടുത്തത് എന്ത് ചെയ്യുക, ഓട്ടോമൊബൈലിന്റെ ട്രാൻസ്മിഷൻ. എഞ്ചിൻ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ഭാഗമാണ് എന്ത്, ട്രാൻസ്മിഷൻ. സിമ്പിൾ ആയിട്ട് ഗിയർ ബോക്സ് എന്നൊക്കെ പറയാം നമുക്ക്, അല്ലേ. അപ്പൊ ജസ്റ്റ് ഫിഗർ ഒന്ന് നോക്കിക്കോ. ലേ ഔട്ട് എന്താണ്, കോമ്പോണന്റ് ഞാൻ പറഞ്ഞുതരാം. ഫ്ലൈ വീല് എന്താണ്, എഞ്ചിനായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ക്ലച്ച് നമ്മൾ എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെയും, അതായത് ഇത് എഞ്ചിന്റെ പോർഷൻ, ഇത് ഗിയർ ബോക്സിന്റെ ഭാഗം, ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ കൊടുക്കുന്ന സാധനമാണ് എന്ത്, ക്ലച്ച് എന്ന് പറയുന്നത്, അല്ലേ. അതായത് എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ ക്ലച്ചിലേക്ക് സപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലച്ചാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഗിയർ ബോക്സിലേക്ക് കൊടുക്കുന്നത്. അടുത്തത് എന്താണ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അപ്പോൾ ഫൈനൽ ഡ്രൈവ്, അതായത് ഗിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന മോഷൻ അവസാനമായിട്ട് എത്തിപ്പെടുന്നത് എവിടെയാണ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിലാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് അതിനെ എന്താക്കുന്നത്, ആക്സിൽ വഴി 2 വീലിലേക്ക് എത്തിക്കുന്നത്. ഇതെന്താണ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെയും ഗിയർ ബോക്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ജോയിന്റ്, അതിനെയാണ് യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്, ഗിയർ ഷിഫ്റ്റ് മെക്കാനിസം. നമ്മൾ ഗിയർ ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഗിയർ മാറ്റും, 1 2 3 റിവേഴ്സ് ഒക്കെ മാറ്റും. അത് ലിവർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ലിവറിനെ കണക്ട് ചെയ്യുന്ന സാധനമാണ് ഇത്, ഗിയർ ഷാഫ്റ്റ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ഓരോ ഗിയറിനെയും ആവശ്യത്തിനനുസരിച്ച് മെഷ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, റിയർ ആക്സിൽ. ഞാൻ പറഞ്ഞു, അവസാനം വീലിലേക്ക് ഡ്രൈവ് എത്തിക്കുന്നതാണ് ആക്സിൽ. ഇത്രയും ഗിയർ ബോക്സിന്റെ കോമ്പൗണ്ട്സ് പഠിച്ചില്ലേ. നമുക്ക് എന്താണ് പോയിന്റ് ഏതൊക്കെയാ നോക്കാം. ഇൻട്രൊഡക്ഷൻ സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്, ട്രാൻസ്മിഷൻ സിസ്റ്റം ഈസ് എ ഗ്രൂപ്പ് ഓഫ് കോമ്പോണൻസ് ഇൻ എ വെഹിക്കിൾ ദാറ്റ് ട്രാൻസ്ഫർ പവർ ഫ്രം എഞ്ചിൻ ടു ദി ഡ്രൈവിംഗ് വീൽ. എന്താണ്, കുറെ കോമ്പോണൻസുകൾ കൂടിച്ചേർന്ന ഒരൊറ്റ യൂണിറ്റ് ആണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അതെന്താണ് ചെയ്യുന്നത്, എഞ്ചിനിൽ നിന്നുള്ള പവറിനെ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തിക്കുന്നു. അടുത്തത്, ഇറ്റ് കൺട്രോൾസ് ദ സ്പീഡ്, ടോർക്ക്, ഡയറക്ഷൻ ഓഫ് ദി വെഹിക്കിൾ അക്കോർഡിംഗ് ടു ദ ഡ്രൈവിംഗ് കണ്ടീഷൻ. അതായത് എന്താണ്, ഇത് സ്പീഡിനെ കൺട്രോൾ ചെയ്യും. കാരണം എന്താണ്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റിൽ ഇട്ടിട്ടാണ് വണ്ടി മൂവ് ചെയ്യുക. ഫസ്റ്റിൽ ഇടുന്നു, സ്പീഡ് നോക്കുന്നു, സെക്കൻഡ് ഇടുന്നു,
സ്പീഡ് നോക്കുന്നു, തേർഡിലിടുന്നു. മാക്സിമം സ്പീഡ് 4ലും 5ലും നമുക്ക് കിട്ടുന്നു അല്ലേ? അതാണെന്ത് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ടോർക്ക്. എന്താണ് ടോർക്ക് എന്ന് വെച്ചാൽ ഇത് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പാട് 4ാമത്തെ ഗിയറിലിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് എന്താ സംഭവിക്കുക? വണ്ടി മൂവ് ചെയ്യില്ല, വണ്ടി അവിടെ ഓഫ് ആവും. എന്തുകൊണ്ടാ? 4ാമത്തെ ഗിയർ അത്യാവശ്യം സ്പീഡ് കൂടിയ ഗിയർ ആണ്. അപ്പൊ ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലുള്ള, അതായത് നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിനെ ഒന്ന് ചലിപ്പിക്കാൻ ആദ്യം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് കുറച്ചധികം പവർ വേണം. ഈ ഒരു പവറിന് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി എടുക്കുന്നത്. ഫസ്റ്റ് ഗിയറിൽ നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടും, വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യും. ഇപ്പൊ അല്ല, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വണ്ടി ഒന്ന് വളയ്ക്കണം, അപ്പൊ ഞാൻ എന്ത് യൂസ് ചെയ്യും? റിവേഴ്സ് ഗിയർ യൂസ് ചെയ്യും അല്ലേ? റിവേഴ്സ് ഗിയർ. അപ്പൊ എന്താണ്? ഡയറക്ഷൻ ഓഫ് ദി വെഹിക്കിൾ, നമ്മളെ വണ്ടി മുന്നോട്ടാണോ ബാക്കോട്ടാണോ പോകേണ്ടതെന്ന് നമുക്ക് ഗിയർ ബോക്സ് വഴി തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഗിയർ ബോക്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. എന്താണ്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, എഞ്ചിനിൽ നിന്നും വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, എഞ്ചിൻ ടു ഓപ്പറേറ്റ് ഇൻ എഫിഷ്യന്റ് സ്പീഡ് റേഞ്ച്. എന്താണ്? എഞ്ചിന്റെ കറക്റ്റ് സ്പീഡ് നമുക്ക് പല രീതിയിലുള്ള സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നു. കാരണം എഞ്ചിൻ ഒരേ സ്പീഡിലാണ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്പീഡ് നമുക്ക് ഡിഫറെന്റ് സ്പീഡസ് ആക്കിയിട്ട്, അതായത് പലതരത്തിലുള്ള സ്പീഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. മൂന്നാമത്തത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഡിഫറെന്റ് ഗിയർ റേഷ്യോ ടു സ്യൂട്ട് ഡിഫറെന്റ് ഡ്രൈവിംഗ് കണ്ടീഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്ത പാടെ വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇടുന്നു, സ്പീഡിനനുസരിച്ച് സെക്കൻഡ് തേർഡ് ഒക്കെ ഇടുന്നു. അപ്പൊ എന്താണ്? നമുക്ക് ആവശ്യമുള്ള സ്പീഡിനനുസരിച്ച് വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അടുത്തത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റാർട്ടിങ്, സ്റ്റോപ്പിംഗ് ആൻഡ് റിവേഴ്സിങ് ദി വെഹിക്കിൾ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഗിയർ ബോക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് എന്താണ്? ഇംപ്രൂവ്സ് പെർഫോമൻസ്, എഫിഷ്യൻസി ആൻഡ് ഡ്രൈവബിലിറ്റി ഓഫ് ദ വെഹിക്കിൾ. പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് കൂടും. എന്താണ്? പല സ്പീഡിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ പെർഫോമൻസ് കൂടും, എഫിഷ്യൻസി കൂടും, ഡ്രൈവബിലിറ്റി കൂടും. കാരണം ചില സമയത്ത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാന്ന് ഞാൻ വണ്ടി, ആ സമയത്ത് എനിക്ക് 2ാമത്തെ സ്പീഡിൽ മാത്രം പോയാൽ മതിയോ? ഓപ്പോസിറ്റ് വണ്ടി വരില്ലേ? ആ സമയം എനിക്ക് 3ലോ 4ലോ ഗിയർ ചേഞ്ച് ചെയ്തിട്ട് അത്യാവശ്യം മാക്സിമം സ്പീഡിൽ വണ്ടി ഓടിക്കണം. നമുക്ക് എന്താണ്? ഈ ഒരു ഡ്രൈവബിലിറ്റി, കംഫർട്ട് ലഭിക്കും. ഓക്കെ, അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്താണ്? മെയിൻ പാർട്സ് നമ്മളിപ്പോൾ നോക്കിയതാണ്. ക്ലച്ച്, ഗിയർ ബോക്സ്, ഡ്രൈവ് ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിൻസ്, ഡിഫറൻഷ്യൽ. ഇതൊക്കെയാണ് എന്താണ് ഇതിന്റെ മെയിൻ പാർട്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ജസ്റ്റ് ഫംഗ്ഷൻ ഒന്ന് പഠിച്ചു പോവാം. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ക്ലാസ്സുകളിൽ ഗിയറിന്റെ മാത്രമായിട്ടുള്ള സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ നോക്കിക്കോ. പവർ ട്രാൻസ്മിഷൻ, സ്പീഡ് കൺട്രോൾ, ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഡയറക്ഷൻ ചേഞ്ച്. നമ്മളെന്താണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താ, ഈ ഒരു എല്ലാ പോയിന്റുകളും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പോയിന്റ് ഓർത്ത് വെക്കുക. എല്ലാ കോമ്പോണൻസും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഗിയർ പഠിച്ചു, എഞ്ചിന്റെ ഭാഗങ്ങൾ പഠിച്ചു, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചേസിസ് പഠിച്ചു അല്ലേ? അപ്പോൾ എന്താണ്, ബാക്കി കോമ്പോണൻസിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.